ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ഞാൻ ഒരു ടോപ്പ് കട്ട് ചെയ്യണതാണ് കേട്ടോ. ഒരു ആലിയ കട്ട് ടോപ്പ്. അതിൻ്റെ സൈഡിൽ സ്ലിറ്റ് വരുന്ന മോഡലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതായത് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. ഇത് നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ, ഞാൻ മുമ്പ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ തീർന്നു. ലാസ്റ്റ് ഒരു കഷ്ണട കടന്നിരുന്നത്, അത് വെച്ചിട്ട് നമുക്ക് ആലിയ കട്ട് ടോപ്പ് ചെയ്യാനാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഈ പീസ് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടെ മടക്കുമ്പോൾ ഇത് നാലാക്കി മടക്കിയിട്ട്, അതായത് ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഞാനൊരു ചെറിയ അളവിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ അളവിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ മാർക്ക് ചെയ്തൊക്കെ എടുക്കാം. ഇതാ ഇതിപ്പോൾ മോൾ ഭാഗത്ത് ഞാനിങ്ങനെ വരക്കണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഞാൻ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 13 വയസ്സുള്ള പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ പറ്റിയ അളവാണ് കേട്ടോ. കൈക്കുഴി ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് നമുക്കൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഞാൻ അളവെടുക്കുന്നതും കാൽക്കുലേഷനൊക്കെ കാണിച്ചു തരാറുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്നേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത് ഹാഫ് പോർഷനാണ്. അതായത് നമുക്ക് ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുക, പൊക്കിളിനും നെഞ്ചിനും ഇടയിലായിട്ട്. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക. സ്ലിറ്റ് എത്രത്തോളം വേണമെന്ന് ബോഡിയിൽ നിന്ന് അളവെടുക്കുക, അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാൻ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യണത്. അവിടെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം. ഇനി അടുത്തത് ചെസ്റ്റ് അളവ് എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കതാ ഇവിടെ ഹിപ്പിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം ഇറക്ക് വേണമെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് നോക്കാം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കതാ ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തുണി ഒരുപാട് ആലിയ കട്ടിൻ്റെ കുറേ പ്ലീറ്റ്സ് ഒന്നും ഇട്ട് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഇല്ല. ഞാൻ ഉള്ളത് വെച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡിൽ ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, ഹിപ്പിൻ്റെ തയ്യൽ തുമ്പ് മുതൽ താഴേക്ക് എൻഡിലേക്ക് അവിടെ 1 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി കേട്ടോ. തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി താഴ്ഭാഗത്ത്. അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ചുരിദാറിൻ്റെ ലൈനിങ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കട്ടിങ്ങും എളുപ്പമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നോക്കി നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണോ? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാക്സിമം ഷെയർ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവൻ്റെ പേര് ഹിഷാം എന്നാണ്, പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് കുട്ടു എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടുമോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മുടെ ബോഡി പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഇനി അടുത്തത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിന് ഇതാ ലൈനിങ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ഒരുമിച്ച് മാറ്റി വെക്കാം. ഇനി ലൈനിങ് വെച്ചിട്ട് വേണം ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ഇച്ചിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരട്ടെ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ആലിയ കട്ടല്ലേ ചെയ്യണത്, അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യണമല്ലോ, ആലിയ കട്ട് മോഡലാക്കണമല്ലോ. അപ്പോൾ അതിന് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചോക്കാണ് കേട്ടോ തപ്പണത്. അപ്പോൾ ആലിയ കട്ടാക്കാനായിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, മടക്ക് വശത്ത് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഇങ്ങനെ. പിന്നെ ഇപ്പുറത്തെ കൈക്കുഴിയുടെ ആ സൈഡിൽ ഒരു 10 ഇഞ്ച്, അതായത് 2 ഇഞ്ച് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതിങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിൽ ചുരുക്കൊന്നും ഇടണില്ല കേട്ടോ, പ്ലീറ്റ്സ് ഒന്നും കൊടുക്കണില്ല. മുകളിൽ വരുന്ന പീസിൽ മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഇത് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
ഇനി ഈ അളവിൽ, അതായത് യോക്ക് പാട്ടും സ്കേർട്ട് പാട്ടും ആയിപ്പോൾ, അപ്പോൾ ഈ യോക്ക് പാട്ടിൻ്റെ അളവിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം സ്കേർട്ട് പാട്ട് വെട്ടണം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ വെച്ച് നോക്കുകയാണ് കറക്റ്റ് ആവണ്ടോ എന്നൊക്കെ. നമ്മൾ തുണി മാക്സിമം നഷ്ടം വരാത്ത രീതിയിൽ ഇതാ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. സ്കേർട്ട് പാട്ട് വെട്ടിയിട്ടില്ല, അതാ ഇങ്ങനെ മടക്കിയിട്ടേക്കാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്ലേറ്റ്സ് ഇടാണ്, കുറച്ചേ കിട്ടണുള്ളൂ, എനിക്കൊരു 3 ഇഞ്ചേ കിട്ടണുള്ളൂ. നിങ്ങൾക്ക് ഒരു 5 ഇഞ്ചൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ എടുത്തോട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ മുകളിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു 3 ഇഞ്ച് കേട്ടോ, എനിക്ക് അത്രയാണ് കിട്ടിയത്. നിങ്ങൾക്കൊരു 5 ഇഞ്ച് വരെയൊക്കെ കിട്ടണം, എനിക്ക് തുണി തികയാത്തതുകൊണ്ടാണ് കേട്ടോ. 5 ഇഞ്ച് വരെയൊക്കെ അവിടെ ലൂസ് ഇടാം. എന്നിട്ട് അതനുസരിച്ച് ചുരുക്കിടും. ഒരുപാട് ചുരുക്കിടണ്ട കേട്ടോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് സ്ലിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ചുരുക്കിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഭംഗിയില്ലാണ്ട് കിടക്കും. എന്നിട്ട് ഇതാ ഈ സൈഡൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കുകയാണ്. നമ്മുടെ കയ്യിൽ തുണിയുള്ള പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കണ്ടേ കേട്ടോ. അപ്പോൾ ഇത്രേ കൂടുതൽ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല, എങ്കിലും ഒരു 5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് മോൾ ഭാഗത്ത് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കൈയാണ് വേണ്ടത്. കൈ ഞാനൊരു പഫ് സ്ലീവ് വെക്കാനാണ് വിചാരിച്ചത്. ആദ്യം നമ്മുടെ ലൈനിങ് എടുത്തിട്ട് കട്ട് ചെയ്യാം. നമ്മൾ സാധാരണ പഫൊന്നും ഇല്ലാതെ കൈ കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി എത്രയാണെന്ന് നോക്കും. ഇപ്പോൾ കൈക്കുഴി 7 ഇഞ്ചാണെങ്കിൽ കൈ വെട്ടണതിൻ്റെ വീതി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. പക്ഷേ ഇത് 8 ഇഞ്ചൊന്നും അല്ല, ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഫാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാനതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അളന്ന് 7 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഇറക്കം മാർക്ക് ചെയ്യണത്. കൈൻ്റെ നീളം ഉണ്ടല്ലോ അത് മാർക്ക് ചെയ്യണത്. പിന്നെ ഈ തുണിയിൽ എത്രത്തോളം വീതിയുണ്ടോ അതനുസരിച്ച് ഞാൻ 4.5 ഇഞ്ച് ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ആ വീതി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കിടണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അളവ്, അതായത് കൈക്കുഴി എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ 7 ഇഞ്ചാണ് കൈക്കുഴിയെങ്കിൽ കൈയിൻ്റെ വീതി ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം 8 ഇഞ്ച് കിട്ടണം കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. തയ്യലിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിച്ചിങ് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെന്നും. അപ്പോൾ അവൻ്റെ കുറച്ച് പഴയ കാലത്തെ പിക്കുകളും പുതിയ പിക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതവൻ 3 മാസം ഉള്ളപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മറ്റേ മോനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തവൻ. ഇപ്പോൾ ചെറിയ മക്കളൊന്നും അല്ല കേട്ടോ. മൂത്തവന് 24 വയസ്സ്, രണ്ടാമത്തവന് 22 വയസ്സ്. ഇക്കയും അവനും കൂടി ഇരിക്കുന്നുണ്ട്, ഹിഷാം, അതായത് കുട്ടുമോനും. പിന്നെ ഞാനും കുട്ടുമോനും. ഇതൊക്കെ ഞാൻ പഴയ ആൽബത്തിൽ നിന്ന് തപ്പിയെടുത്തതാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇത്രയായിട്ടുണ്ട് പിള്ളേരൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക്